അപ്പോ ജനങ്ങൾക്ക് ഇടപെടാനുള്ള എല്ലാ വാതിലുകളും ജനലുകളും ഈ കേരള സംസ്ഥാനത്തിൽ കൊട്ടിയടച്ചു. ഈ ഗവൺമെന്റ് അതിന്റെ ദുരന്തം അനുഭവിക്കുന്നു കേരളത്തിലെ ജനത. കയ്യും കാലും വെട്ടേണ്ടവന് വെട്ടണം. എന്റേത് വെട്ടിയിട്ടൊരു കാര്യമില്ല, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു മാസം കേരളം മുഴുവൻ നടന്നു പറയാനാ തീരുമാനം. ആയുസ്സും ആരോഗ്യവും പടച്ചോൻ തന്നാല്. അപ്പൊ ഞാൻ മിനിയാന്ന് നിസ്കരിക്കും എന്ന് പറഞ്ഞപ്പോൾ 5 നേരം നിസ്കരിക്കും എന്ന് പറഞ്ഞപ്പോ അങ്ങനെ നമ്മളെ അടുത്ത് അൻവറാക്ക അത് മാത്രം പറയില്ല കേട്ടോ, ഭയങ്കര പ്രശ്നമാണ്. ഹേയ് 4 വഴിക്കും വിളി. ഇന്ന് രാവിലെ ഇപ്പൊ അവിടുന്ന് പോരുമ്പോഴൊക്കെ എന്നെ കാല് പിടിച്ച് വലിക്കുക. മിണ്ടി പോകരുതേ ഇസ്ലാമേ, മനസ്സിലാവോ? അപ്പോ ഇതുപോലെയുള്ള ദുരന്തം, എന്നാലോ അരാജകത്വമാണ് ഇതിന്റെ പണി. ഇതിന്റെ ഫലം ജനങ്ങൾക്ക് ഇടപെടാൻ സാധിക്കാത്തതുകൊണ്ട്. ഈ മാമി കേസ് എന്താ തെളിയാത്തത്? 1 മാസം എന്നെ ഏൽപ്പിച്ചെന്ന് ഞാൻ തെളിയിച്ചത്. ഒറ്റ മാസം, 1 മാസം 15 ദിവസം കൊണ്ട് തെളിയിച്ചു കൊടുക്കുക. 2 പോലീസുകാരന്റെ കൂടെ വിട്ടാൽ മതി. അത് 4 ആളെ പിടിച്ച് 2 പറയുന്നില്ല. 13, 14 മാസം, 13ാമത്തെ മാസം കിടക്കുക. ഇപ്പോഴും അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. നാളെ ഞാൻ അവിടെ വിശദീകരിക്കേണ്ട, അതുകൊണ്ട് ഞാൻ ഇവിടെ സമയം കളയുന്നില്ല. ഇപ്പൊ പണി എന്താ അറിയാം നിങ്ങൾക്ക്? ഈ ADGPക്ക് ചുരുക്കി 2-3 മിനിറ്റിൽ അവസാനിപ്പിക്കാം. വെള്ളം കൊണ്ട് 2-3 മിനിറ്റിൽ അവസാനിപ്പിക്കാം. ഈ മാമി എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കെല്ലാവർക്കും പരിചയമാണ്. എടക്കര സുലൈമാൻ കേരളത്തിലെ ഒരുവിധം ഭൂമി സംബന്ധമായ എല്ലാവർക്കും അറിയും. നല്ല റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളാണ്. എടക്കര സുലൈമാനും കുറച്ചും കൂടി മേലെയാണ് മാമി. മാമിക്ക് ഫിക്സഡ് ആയിട്ട് ഒരുപാട് മുതലാളിമാരുണ്ട് ഈ മലബാറിൽ. ഒക്കെ NRIs. ഏറ്റവും ചുരുങ്ങിയ കച്ചവടം ഒരു 2-3 കോടിയാണ്. അത് 100-50 കോടിക്ക് മേലെയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഈ ചങ്ങാതിയെ വിശ്വാസമാണ്. അപ്പൊ മാമി പറഞ്ഞ അതാ വില. അപ്പൊ ചിലര് മാമി എന്തെങ്കിലും ഒരു മാർജിൻ ഇട്ടിട്ട് തന്നോന്ന് പറയും. ഇപ്പൊ സെന്റിന് ഒരു 10 ലക്ഷം ആണെങ്കിൽ മാമി അതൊരു 11 ലക്ഷത്തിന് കൊടുക്കും. ഇവരറിവോട് കൂടി തന്നെ വാങ്ങുന്ന ആളുകളോട്. കാരണം എന്താ വെച്ചാൽ ഒരു 10 സെന്റ് വാങ്ങുമ്പോൾ ഈ വാങ്ങുന്നതിനെ സംബന്ധിച്ച് പിന്നെ അതിന്റെ പിന്നാലെ നടക്കണ്ട. സെന്റിന് 1 ലക്ഷം കൊടുത്താൽ ബാക്കിയെല്ലാം മാമി ആയിക്കോളും.